അഡ്ജസ്റ്റ് ചെയ്യുക ടീച്ചറെ, നിങ്ങൾക്ക് എന്താ അത്ര പ്രത്യേകത? ഞങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഞാനൊരു സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ 3 മേശയ്ക്ക് ചുറ്റും 30 ടീച്ചേഴ്സ് ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് മേശ വേണമെന്ന് പറഞ്ഞ് ഞാൻ അടിപിടി സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ അടിപിടി കൂടിയപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞതാണിത്. ഞാൻ പിന്നെ കുറച്ച് പറഞ്ഞ് പിന്നെ തർക്കിക്കാൻ നിന്നില്ല. വീട്ടിൽ നിന്നൊരു മേശ എടുത്ത് കൊണ്ടുപോയി അവിടെ ഇട്ടു. ഇതറിഞ്ഞ PTA അവിടുത്തെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. കുറേ വർഷമായിട്ട് അവർ അങ്ങനെയാണ് അത്ര ഇരിക്കുന്നത്. മാറ്റം വരാൻ ഞാൻ വേണ്ടി വന്നു. പോരാ, ആ സ്കൂളിൽ ഇരുന്ന് പഠിക്കാൻ മേശയില്ലാത്ത കുറേ കുട്ടികൾക്ക് 23 കുട്ടികൾക്ക് ഞങ്ങൾ ഇരിക്കാം പഠിക്കാം എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് മേശ കൊടുത്തു. ഇതേപോലെ വേറൊരു സ്കൂളിലെത്തിയപ്പോൾ നമുക്കറിയാം, സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ തന്നെ എല്ലാ ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഉള്ളത്. അപ്പോൾ പ്രൊജക്ടറുകൾ ഇടയ്ക്കിടയ്ക്ക് കേട് വരുമ്പോഴും ഞാനിങ്ങനെ അടിപിടി കൂടും, അത് നേരാക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ എതിർത്ത് പറഞ്ഞു. ഞാൻ 1-2 വർഷം പറഞ്ഞു, പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊജക്ടർ അങ്ങ് വാങ്ങിച്ചു. നോക്ക്, 40 വർഷം മുന്നേ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് 20 വർഷം പിറകെ സഞ്ചരിക്കുന്ന ഒരു അധ്യാപകനെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഡോണ്ട് അഡ്ജസ്റ്റ് യുവർ ഡ്രീംസ് ടു ഫീറ്റ് സ്മോൾ മൈൻഡ്സ്.